അഡ്മിഷൻ പ്രക്രിയയിൽ നിന്ന് സ്വാശ്രയ കോളേജുകളെ ഒഴിവാക്കിയ കണ്ണൂർ സർവകലാശാല വിസിയുടെ നടപടിയിൽ ആശങ്കയിലായി വിദ്യാർത്ഥികളും അധ്യാപകരും. സർവകലാശാലയ്ക്ക് കീഴിലുള്ള 80ഓളം സ്വാശ്രയ കോളേജുകളിൽ അഡ്മിഷൻ നടക്കാതിരുന്നാൽ നിരവധി വിദ്യാർത്ഥികൾക്കാണ് ഉപരിപഠനത്തിനുള്ള അവസരം നഷ്ടമാവുക. അധ്യാപനത്തിന് UGC മാനദണ്ഡം നിർബന്ധമാക്കണമെന്ന് ഗവർണറുടെ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് കണ്ണൂർ വിസിയുടെ നടപടി. അധ്യാപനത്തിന് നെറ്റ് യോഗ്യത വേണമെന്ന UGC മാനദണ്ഡം കർശനമാക്കണമെന്ന ഗവർണറുടെ ഉത്തരവ് നടപ്പാക്കാനെന്ന പേരിലാണ് ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികളിൽ നിന്ന് സ്വാശ്രയ കോളേജുകളെ ഒഴിവാക്കിയത്. ഇതോടെ കണ്ണൂർ സർവകലാശാല കീഴിലുള്ള 80ഓളം കോളേജുകളിലെ സീറ്റുകളാണ് വിദ്യാർത്ഥികൾക്ക് നഷ്ടമാകുന്നത്. അല്ലെ 2018 മുൻപേ ജോയിൻ ചെയ്ത അധ്യാപകരുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യാനും അതിനുശേഷം ജോയിൻ ചെയ്ത അധ്യാപകർക്ക് സമയം അനുവദിക്കാനുമാണ് എല്ലാ യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മാത്രം ഒരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ, SFCTS എന്ന സംഘടന, മാനേജ്മെൻറ്റ് അസോസിയേഷൻ എല്ലാവരും കൂടെ അവിടെ യൂണിവേഴ്സിറ്റിക്ക് മുൻപിൽ സമരം നടത്തി. അതിനുശേഷം അധ്യാപക സംഘടനയും മാനേജ്മെൻറ്റ് സംഘടനയും കൂടെ 5 ദിവസമായി ഇപ്പോൾ അവിടെ സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 5 ദിവസത്തെ സത്യാഗ്രഹത്തിൻ്റെ കൂടെ തന്നെ ഹൈക്കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരുന്നു. ഇന്ന് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. ഈ വാദങ്ങളെല്ലാം, അതായത് അധ്യാപകർക്ക് സമയം അനുവദിക്കണമെന്നുള്ള വാദങ്ങളെല്ലാം കൃത്യമായി ഹൈക്കോടതി നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് ഇന്ന് വന്നിട്ടുണ്ട്. നിലവിൽ MG, കേരള ഉൾപ്പെടെയുള്ള മറ്റു സർവകലാശാലകൾ സ്വാശ്രയ കോളേജുകളെ കൂടി ഉൾപ്പെടുത്തിയാണ് അഡ്മിഷൻ ആരംഭിച്ചിട്ടുള്ളത്. കാലിക്കറ്റ് സർവകലാശാല 2021 കേരള സർക്കാർ പാസാക്കിയ സ്വാശ്രയ നിയമം സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിൽ ഉൾപ്പെടുത്തിയാണ് ഗവർണറുടെ ഉത്തരവിനെ മറികടന്നത്. ഇക്കാര്യത്തിൽ മറ്റു സർവകലാശാലകൾക്കില്ലാത്ത നിർബന്ധ ബുദ്ധി കണ്ണൂർ VC കാണിക്കുന്നതിന് പിന്നിൽ ഇതര സംസ്ഥാന വിദ്യാഭ്യാസ ലോബിയുമായുള്ള അവിശുദ്ധ ബന്ധമാണെന്നും അധ്യാപക സംഘടനകൾ ആരോപിക്കുന്നു. വളരെ ഒരു മോശമായ പ്രവൃത്തിയാണ് അധ്യാപകരോട് മാത്രമല്ല വിദ്യാർത്ഥികളോടും യൂണിവേഴ്സിറ്റി എടുത്തിട്ടുള്ളത്. കാരണം +2 കഴിഞ്ഞ് ഒരുപാട് ആളുകൾ ഇപ്പം ഡിഗ്രിക്ക് ചേരാൻ വേണ്ടി നിൽക്കുകയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ആകെ 120ഓളം കോളേജുകളാണുള്ളത്. അതിൽ 80 കോളേജുകളും സ്വാശ്രയ കോളേജുകളാണ്. ആ 80 കോളേജുകളിലേക്കും കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്ന് വരെ നിലനിന്നിരുന്നത്. ഇന്നിപ്പോൾ ഹൈക്കോടതി ഉത്തരവ് കൊണ്ട് ഇനി യൂണിവേഴ്സിറ്റി മറ്റെന്തെങ്കിലും രീതിയിലുള്ള ചുവടുവെപ്പ് വെക്കുമെന്നറിയില്ല. VCയുടെ നടപടിക്കെതിരെ സർക്കാരിന് ഇടപെടൽ ഉണ്ടാകണമെന്നും അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടു. സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.